നിങ്ങൾക്ക് ഒരു ദിവസം 5000 രൂപ ഉണ്ടാക്കണോ, അതോ 3000 രൂപ ഉണ്ടാക്കണോ, 6000 രൂപ ഉണ്ടാക്കണോ? ഒരു ദിവസം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് 6000 രൂപയും 3000 രൂപയും എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതൊരു ബിസിനസ് ചെയ്തുകൊണ്ടാണ്. ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ് ഐഡിയയാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് ഒന്നുമല്ല, പാവപ്പെട്ടവർക്കും പണക്കാർക്കും സർവ്വജനങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്, ഒരു സാധനം നിങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ലാഭം, ഒരു ദിവസം 4-5 മണിക്കൂർ, ഒരു 5 മണിക്കൂർ അതിനു വേണ്ടി നിങ്ങളുടെ സമയം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 5000 രൂപ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാക്കണോ അത്രയും നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും രൂപ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതെല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതായത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരും കഴിക്കുന്ന കോഴിമുട്ടയുടെ ബിസിനസ്സാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് കോഴിമുട്ട നമ്മളെല്ലാവരും, പാവപ്പെട്ടവരും പണക്കാരും സർവ്വജനങ്ങൾക്കും കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു ഐറ്റമാണ്, ഒരു സാധനമാണ് കോഴിമുട്ട. അപ്പോൾ ഈ കോഴിമുട്ടയുടെ ബിസിനസ്സിൽ നിന്ന് എങ്ങനെയാണ് ഒരു ദിവസം 5000 രൂപ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുക നിങ്ങൾ സംശയം ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ വിശദീകരിച്ച് തരാം. അതായത് കോഴിമുട്ടയുടെ തലസ്ഥാനമായിട്ടുള്ള, കോഴിമുട്ട ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് നാമക്കൽ ജില്ല. നാമക്കൽ ജില്ലയിൽ നിന്നും കോഴിമുട്ടയുടെ ലോഡ് കയറ്റിയിട്ടുള്ള വണ്ടി ദിവസവും കേരളത്തിൻ്റെ പല ജില്ലകളിലേക്കും രാവിലെ 4 മണി സമയങ്ങളിൽ വരും. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് കോഴിമുട്ട വണ്ടി മാർക്കറ്റിലെത്തും. പല ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളും ഓരോ റോട്ടിലൂടെ പോകുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റും. ആ വണ്ടിക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് നാമക്കല്ലിലെ ഫാം വിസിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ലോഡ് കയറ്റി ഏത് റൂട്ടിലൊക്കെ ഏതൊക്കെ വണ്ടി പോകുന്നുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴിമുട്ട ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കോഴിമുട്ടയുടെ വില, നമ്മൾ ഒരു കടയിൽ നിന്നും ഒരു കോഴിമുട്ട 5 രൂപയ്ക്കാണ് വാങ്ങുന്നത് എങ്കിൽ നമ്മൾക്ക് നാമക്കല്ലിൽ നിന്ന് വരുന്ന വണ്ടിക്കാരൻ 3.50-ന് 3 രൂപ 50 പൈസയ്ക്ക് നമ്മൾക്ക് ആ കോഴിമുട്ട അവർ തരും. നമ്മൾ കടയിൽ കൊടുക്കുന്നത് 4 രൂപയ്ക്ക് കൊടുക്കും. ഒരു കടയിൽ 10 ട്രേ എന്തായാലും ഒരു കടയിൽ വയ്ക്കും. അപ്പോൾ 300 മുട്ട ഒരു കടയിൽ വയ്ക്കും. 10 കടയിലേക്ക് പോകാൻ നമ്മൾ അധികം ദൂരം ഓടേണ്ട ആവശ്യമില്ല. 3000 മുട്ട 10 കടയിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചിലവാകും. അത് 100 കടയായാലോ? 100 കട നമ്മൾക്ക് വേണ്ട. ഒരു 30 കടയുണ്ടായാൽ തന്നെ 9000 മുട്ട നമ്മളുടെ കയ്യിൽ നിന്നും ചിലവാകും. ഈ 30 കടയിലേക്ക് ഓടിയെത്താൻ വെറും 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ 30 കട നമ്മൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ കടകളിലും എടുക്കുമോ മുട്ട, മറ്റുള്ളവർ കൊടുക്കുന്നില്ലേ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം. നമ്മളൊരു 3 കിലോമീറ്റർ, ഒരു 10 കിലോമീറ്റർ നമ്മൾ ഈ വണ്ടി കൊണ്ട്, മുട്ട വണ്ടി കൊണ്ട്, കോഴിമുട്ട വണ്ടിയുമായിട്ട് നമ്മൾ പോകുമ്പോൾ, ഈ ഒരു 5 കിലോമീറ്റർ നമ്മൾ പോകുമ്പോഴത്തേക്ക് തന്നെ ഒരു 100 കടയോ 200 കടയോ നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും കടകളാണ് ഈ സ്റ്റേഷനറി കടകളും കോഴിമുട്ട വിൽക്കുന്ന കടകൾ ധാരാളം കടകളുണ്ട്. എല്ലാ കടകളിലും ഹോട്ടലുകളിലും എല്ലായിടത്തും ഈ കോഴിമുട്ട അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബിസിനസ് തുടങ്ങുമ്പോൾ ഈ നാമക്കൽ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴിമുട്ട വണ്ടിക്കാരനുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. ആ വണ്ടി നമ്മളെ ഏരിയയിലൂടെ വരുന്ന വണ്ടിയെ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുട്ട സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തണം. അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കോഴിമുട്ട നമ്മളുടെ വണ്ടിയിൽ കയറ്റണം. വണ്ടി എന്ന് പറഞ്ഞാൽ അതിനും പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് കറക്റ്റായിട്ടുള്ള വണ്ടി പെട്ടി ഓട്ടോറിക്ഷയാണ്. ഞാനിത് കുറച്ച് ബിസിനസ് ചെയ്തിരുന്നു, കുറച്ച് സമയം, ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ. ഞാൻ മാരുതി ഒമിനി വാനിലാണ് ചെയ്തത്. ആ ഒമിനി വാനിൽ മൈലേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ പെട്രോൾ അടിക്കേണ്ട വന്നു. പിന്നെ ഒമിനി വാന് കേടായിപ്പോയി.
ഞാൻ പിന്നെ ആ ബിസിനസ് വിട്ടു. ഞാൻ വേറൊരു ബിസിനസ്സിലേക്ക് മാറുകയുണ്ടായി. പക്ഷെ അത് എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ല ബിസിനസ് ഈ കോഴിമുട്ട ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ നാമക്കല്ലിൽ നിന്ന് വരുന്ന വണ്ടിക്കാരനെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ റൂട്ടിലൂടെ വരുന്ന ആ കോഴിമുട്ട, വലിയ വണ്ടിയിൽ കോഴിമുട്ട വരും, ആ വണ്ടിക്കാരനെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഏരിയയിൽ ഈ കോഴിമുട്ട ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. അതിനുശേഷം ഒരു 20,000 കോഴിമുട്ടയോ അല്ലെങ്കിൽ 30,000 കോഴിമുട്ടയോ 2-3 ദിവസത്തേക്കുള്ളത് ഇറക്കി വയ്ക്കുക. നിങ്ങളുടെ പെട്ടി ഓട്ടോ ആണ് അതിന് കറക്റ്റ്. ഈ മുട്ടയുടെ ട്രേ അടുക്കി വെക്കാനുള്ള കറക്റ്റ് പെട്ടി ഓട്ടോ ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളൊരു ദിവസം പുതിയൊരു ആളായിട്ട് നിങ്ങളെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കടകളിലും നിർത്തി ആ കടക്കാരൻ്റെ അടുത്തേക്ക് പോയി കോഴിമുട്ട ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഡെയിലി ഈ വഴിക്ക് വരും, അല്ലെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾ 2 തവണ വരും എന്ന് പറയണം, കൃത്യമായിട്ട് പറയണം. അപ്പോൾ നിങ്ങൾ പറയുന്ന ആ ദിവസം കൃത്യമായിട്ട് ആ കടവഴി പാസ് ചെയ്ത് എല്ലാ കടയിലും ചോദിക്കണം. നിങ്ങളൊരു 50 കടയിൽ ചോദിക്കുമ്പോൾ 10 കടക്കാരൻ നിങ്ങളോട് ആ കുറച്ച് ഇറക്കി വെക്കൂ എന്ന് പറയും. അങ്ങനെയാണ് ബിസിനസ് പിടിക്കുന്നത്. അങ്ങനെ ഈ മുട്ടയുടെ ബിസിനസ് നിങ്ങളെ സ്ഥിരമായിട്ട് ആ റൂട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഈ കടക്കാരൻ, ഈ കട വെച്ചിരിക്കുന്ന ഈ ഷോപ്പ്, അതായത് കച്ചവടം ചെയ്യുന്ന ഈ സ്റ്റോർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി പിന്നെ നിങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് കോഴിമുട്ട എടുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ 10,000 കോഴിമുട്ട വിൽക്കുകയാണെങ്കിൽ 50 പൈസ, ഒരു കോഴിമുട്ടയിൽ നിന്ന് 50 പൈസയാണ് നിങ്ങൾ മൊത്തമായി വിൽക്കുന്ന ആൾക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം, അതങ്ങനെയാണ് എടുക്കുന്നത്. മൊത്തമായിട്ട് വിൽക്കുന്ന ആൾ 50 പൈസയാണ് എടുക്കുക. അപ്പോൾ ഒരു ദിവസം 10,000 കോഴിമുട്ട വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 5,000 രൂപ കിട്ടും. 6,000 കോഴിമുട്ടയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ 3,000 രൂപ കിട്ടും. ഈ കടക്കാരുണ്ടല്ലോ, കട വെച്ചിരിക്കുന്ന ആള്, അയാൾക്ക് ഒരു കോഴിമുട്ടയിൽ നിന്ന് 1 രൂപയാണ് ലാഭം കിട്ടുക. അത് കോഴിമുട്ടയുടെ വില എത്ര കൂടിയാലും അയാൾ 1 രൂപ ലാഭം എടുക്കും. കോഴിമുട്ടയുടെ വില എത്ര കൂടിയാലും ഈ മൊത്തമായിട്ട് വിൽക്കുന്ന ഈ വണ്ടിയിൽ കൊണ്ടുപോയി നമ്മളെപ്പോലുള്ള ബിസിനസ്സുകാർ, അതായത് നിങ്ങൾ പുതിയതായിട്ട് ഈ കോഴിമുട്ട ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 പൈസയാണ് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾ 6,000 മുട്ട വിറ്റാൽ നിങ്ങൾക്ക് 3,000 രൂപ കിട്ടും. 10,000 മുട്ട വിറ്റാൽ 5,000 രൂപ കിട്ടും. അത് നല്ലൊരു ബിസിനസ്സാണ്. എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഈ കോഴിമുട്ട എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, തമിഴ്നാട്ടിൽ നിന്നും കോഴിമുട്ട വണ്ടി വരുന്നുണ്ട്, എല്ലാ റൂട്ടിലൂടെയും വരുന്നുണ്ട്. രാവിലെ നേരത്തെ വരും. ആ വഴി ചിലപ്പോൾ ഈ ഹോട്ടലുകാരോടൊക്കെ അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും. അവരൊക്കെ ചായ കുടിക്കാനൊക്കെ നിർത്തുന്ന ഹോട്ടലുകാരോട് നിങ്ങൾ അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും, വരുന്നുണ്ട്, വണ്ടിക്കാരൻ ഇത്ര മണിക്ക് വരും എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ വണ്ടിക്കാരനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റിലേക്ക് ചെന്നാൽ അവിടെ കോഴിമുട്ട കൊണ്ടുവരുന്ന വണ്ടിക്കാരനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പെട്ടി ഓട്ടോറിക്ഷയാണ്. ആദ്യം നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഓട്ടോറിക്ഷ വാങ്ങണമെന്നില്ല. ആരുടെയെങ്കിലും ഓട്ടോറിക്ഷ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ബിസിനസ് കൂടുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും.